ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ഡമ്മി പ്രതിയെ വെച്ച് യഥാർത്ഥ പ്രതിയെ പിടിക്കുന്ന ഒരു ഏർപ്പാട് പോലീസുകാർക്കുണ്ട്. നാളത്തെ പത്രത്തിൽ പ്രതിയായിട്ട് പ്രകാശേട്ടന്റെ ഫോട്ടോയും പേരും വരണമെന്നുണ്ടെങ്കിൽ ഈ പത്രം എല്ലാരും കാണിച്ചോ. വാർത്തയോ? വേണ്ട, ഞാൻ പത്രം നോക്കട്ടെ. കണ്ടു, ഫ്രണ്ട് പേജിൽ തന്നെ ഫോട്ടോ ഉണ്ടല്ലോ. നീ ഫോൺ വെച്ചേക്ക്, ഞാൻ പിന്നെ വിളിക്കാം. മുൻ MLA പുത്രൻ തന്നെ പ്രതിയെന്ന് പോലീസ്. പ്രമുഖ വ്യവസായി രാജീവ് മേനോന്റെ കൊലയാളി മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മകൻ ജഗൻ തന്നെയെന്ന് പോലീസ്. രാജീവ് മേനോന്റെ മരണം നടന്ന സ്ഥലത്ത് ജഗൻ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിരവധി നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചു. രാജീവ് മേനോനോടൊപ്പം അമ്മയും മരണപ്പെട്ടിരുന്നു. പ്രതി ജഗൻ കരുതിക്കുട്ടി ചെയ്ത കൊലപാതകമാണെന്നും രാജീവ് മേനോന്റെ വിവാഹ ദിവസമാണ് ആക്സിഡന്റ് നടന്നതെന്നും രാജീവ് മേനോൻ വിവാഹം കഴിക്കാനിരുന്ന വന്ദന എന്ന പെൺകുട്ടിയാണ് ഇപ്പോ ജഗന്റെ ഭാര്യ എന്നതും കേസിൽ നിർണായക വഴിത്തിരിവായി. പ്രതി ഇപ്പോ ഒളിവിലാണ്. സാഗർ, സാഗർ! എന്താ രാഗി? പത്രവാർത്ത കണ്ടില്ലേ? ജഗൻ ഒളിവിലാണെന്ന്. അവൻ ഒളിവിൽ പോവണം. അവിടെയിട്ട് വേണം അവന് വധശിക്ഷ കൊടുക്കാൻ. എന്നിട്ട് അവസാനം അവന്റേതായിട്ടുള്ള ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെക്കണം. സാഗർ എന്താ മറുപടി പറയത്തത്? ഞാനെന്ത് പറയാനാ? വിനാശകാലെ വിപരീത ബുദ്ധി എന്നല്ലാതെ എന്തു പറയാനാ? എനിക്ക് അയാളെ ഒന്ന് കാണണം. ആരെ? ആ കൊലപാതകയെ ജനിപ്പിച്ച ധൃതരാഷ്ട്ര ഉറുപ്പിനെ. രാഗിയും അത് വേണോ? വേണം, അതും ഇപ്പൊ തന്നെ. അപ്പോ വന്ദനെ, ഒരു 3-4 ദിവസം, അത് കഴിഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞ് ജഗനെ തിരിച്ചുവിട്ടേക്കാം. ഓക്കെ, പ്ലീസ്. എന്നാ ഇറങ്ങാം. പലഹാരമൊക്കെ കിട്ടിയല്ലോ. താങ്ക്സ്. ജഗ, ഇറങ്ങാം. വാ. മാഡം നിന്നേ. ഇവനെ ഏത് സെൻട്രൽ ജയിലിൽ അടയ്ക്കാനാ കൊണ്ടുപോകുന്നത്? ഇവിടെ എല്ലാവരും ഇവനെ ജയിലിൽ നിന്ന് വിട്ടെന്ന് കരുതി സമാധാനിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കട്ടെ, അതിനിപ്പോ എന്താ? അത് വേണ്ട. ഈ പത്രവാർത്ത ഞാൻ എല്ലാവരെയും കാണിക്കാൻ പോവാ. ഇവന്റെ തനിനിറം എല്ലാവരും അറിയട്ടെ. ഇവൻ ജയിലിൽ ചാടിയതാണെന്നും ACP ഇവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണെന്നും ഞാൻ എല്ലാവരോടും വിളിച്ചു പറയാൻ പോവാ. പ്രകാശേട്ടാ, ഒന്നിന്നേ. വേണ്ട, ഇത് ഞാൻ പറഞ്ഞിട്ടേ അടങ്ങൂ. പറഞ്ഞോ? പറഞ്ഞോ? അതെ, ഈ കേസന്വേഷണം എനിക്കാ. ജഗൻ എന്റെ സുഹൃത്തും. അവന് പകരം ഒരു പ്രതിയെ
എനിക്ക് ഏതായാലും ഡമ്മിയായിട്ട് വേണം. ഈ ഡമ്മി പ്രതിയെ വെച്ച് യഥാർത്ഥ പ്രതിയെ പിടിക്കുന്ന ഒരു ഏർപ്പാട് പോലീസുകാർക്കുണ്ട്. നാളത്തെ പത്രത്തിൽ പ്രതിയായിട്ട് പ്രകാശ് ഏട്ടന്റെ ഫോട്ടോയും പേരും വരണമെന്നുണ്ടെങ്കിൽ ഈ പത്രം എല്ലാരും കാണിച്ചോ. വേണം. കേരടാ. മോളെ, അങ്ങനെ മാധവന്റെ 5 മക്കളിൽ ഒരാളങ്ങ് മടങ്ങിപ്പോയി. ഇനി എനിക്കും ചന്ദ്രുവിനും 4 മക്കളുടെ പേര് വിളിച്ചാൽ മതിയല്ലോ. എന്ത് മാധവേട്ടത് വെറുതെ സങ്കടപ്പെടുത്ത. മക്കൾക്ക് ബലിച്ചോറ് ഉരുട്ടേണ്ടി വരുന്ന ഒരച്ഛന്റെ ഗതികേട് ആർക്കും വരാതിരിക്കട്ടെ. അവളുടെ ആത്മാവിന് ഇപ്പോഴും ശാന്തി ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആ ബലിച്ചോറ് കാക്കഹുത്തുമായിരുന്നില്ലേ ചന്ദ്രു? അച്ഛാ, എന്താ ഇതൊക്കെ? ബലിച്ചോറ് കാക്ക കൊത്തിയില്ല എന്ന് പറയുന്നതിന് ആ ആത്മാവിന് ശാന്തി കിട്ടിയില്ല എന്ന് മാത്രമല്ല അർത്ഥം. പിന്നെ വർഷയുടെ ശരീരത്തിൽ നിന്നും ആ ആത്മാവ് വിട്ടു പോയിട്ടില്ല എന്നും അർത്ഥമുണ്ട്. മോളെ, അതെ അച്ഛാ, എന്റെ വർഷം മരിച്ചിട്ടുണ്ടാവില്ല. മരിക്കാത്ത വർഷയ്ക്കായിരിക്കും അച്ഛൻ ബലിച്ചോറ് വെച്ചത്. മാനത്തെ കൊട്ടാ